मौनव्याख्या प्रकटित परब्रह्मतत्त्वं युवानम् वर्षिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वटविटपि समीपे भूमिभागे निषण्णम् सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवं जननमरणदुःखच्छेद दक्षं नमामि। चित्रं वटतरोर्मूले वृद्धा शिष्याः गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्नसंशयाः निधये सर्वविद्यानां भिषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः। ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः। अण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः। जय नारायण गुरुप्रिये शिवगिरीश्वरी शारदे ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഗുരുവിനും ഗുരുപരമ്പരയിലും വന്ദനം. മഹാഗുരു തൃപാദങ്ങളിൽ ശതകോടി പ്രണാമം. പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വന്ദനം. അതുപോലെ ഇസ്മയിൽ സാധനയെ നയിക്കുന്ന പുണ്യാത്മാക്കൾക്ക് വന്ദനം. ആചാര്യശ്രേഷ്ഠന്മാർക്ക് വന്ദനം. ഇന്ന് വളരെ മനോഹരമായി ഭക്തി സാന്ദ്രമായി പ്രാർത്ഥന ആലപിച്ച ഭക്തജനങ്ങൾക്ക് നമസ്കാരം. ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും നമസ്കാരം അർപ്പിക്കുന്നു. നമ്മൾ ദക്ഷിണാമൂർത്തി സ്തോത്രം ശ്രീനാരായണ ഗുരുദേവ ദർശനവും എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗഹനമായൊരു വിഷയമാണ്. വേദാന്തത്തിൻ്റെ ആഴങ്ങളിലേക്കും ഉള്ളറകളിലേക്കും ഒക്കെ ഗുരുക്കന്മാർ നമ്മളെ കൊണ്ടുപോകുന്ന മനോഹരമായൊരു കാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ കാഴ്ച ആസ്വദിക്കാനായിട്ട് ഒത്തിരി ആ മകരന്തം നുകരുവാൻ ഒത്തിരി സുഹൃതികൾ ഈ പ്രഭാതവേളയിൽ പുലർകാലത്തിലുണ്ട്. അത് ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത് ശ്രവിക്കാൻ ഇത്രയും ശ്രോതാക്കൾ ഈ കാലത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രതീക്ഷകളും വെളിച്ചമൊക്കെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ ധ്യാന ശ്ലോകമൊക്കെ ചൊല്ലണ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളൊക്കെ അതൊക്കെ എടുത്ത് ചൊല്ലാനും പഠിക്കാനും ഒക്കെയുള്ള വലിയ ഒരു വഴിയിലേക്ക് എത്തിയല്ലോ. നോക്കാം, നമുക്ക് ധ്യാന ശ്ലോകം ഒന്നെല്ലാവരും മനസ്സിൽ ധ്യാനിച്ചോ, കണ്ണടച്ച് കേട്ടാൽ മതി. കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം നമ്മളിലേക്ക് വരും. ഓം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം
വർഷിഷ്ടാന്തേ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപ്പിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവ യസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. രണ്ടാമത്തെ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ ആശയവും നമ്മൾ ഒന്ന് പറഞ്ഞു. പദാനുപദ വിശദീകരണം നമ്മളൊന്ന് തന്നു. ബീജസ്യ അന്തഃ അങ്കുരമിവ ഇദം ജഗത് പ്രാഗ് നിർവികൽപം പുനഃ മായാകൽപ്പിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവി ഇവ വിജൃംഭയത്യപി മഹായോഗീവ യഹ സ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഓരോ വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം ചർച്ച ചെയ്തതാണ്. എൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, വിത്തിനുള്ളിൽ വൃക്ഷം എന്നതുപോലെ ഒരു വിത്തിനകത്ത് വൃക്ഷം എങ്ങനെയാണോ സുപ്താവസ്ഥയിൽ നിർവികൽപ്പമായിട്ട് നാമരൂപരഹിതമായിട്ട് ലയിച്ചിരുന്നത്, അത് സങ്കല്പിക്കുക. നമ്മൾ എടുക്കുന്ന പാഠം എന്താണെന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് അതൊന്ന് കാണുക. കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. വെറും വാക്കുകളിലൂടെ വൈഖരിയിലൂടെ കടന്നു പോകാതെ അതിനെ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ പതുക്കെ 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 എന്ത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അത് സങ്കല്പമായിട്ട് വരും. ബാക്കിയുള്ള സങ്കല്പങ്ങളെല്ലാം വഴിമാറി തരും. ദൈവിക സങ്കല്പങ്ങൾ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ. അതുകൊണ്ടാണത് മനസ്സിൽ കാണാൻ പറയുന്നത്. മനസ്സിൽ വേറെ ദുഃഖമൊന്നും വയ്ക്കരുത്. കുറേ നേരത്തേക്ക് എല്ലാത്തിനോടും പോവാൻ പറയുക. ഇവിടെ മാത്രം മനസ്സർപ്പിച്ച് മഹാഗുരുക്കന്മാർ തന്ന അമൃതിനെ നമുക്ക് ആ ഹൃദയത്തിലേക്ക് ഏറ്റാം. അപ്പോൾ വിത്തിനുള്ളിൽ വൃക്ഷം എന്നതുപോലെ ആദ്യം അവ്യക്തമായി അടങ്ങിയിരുന്നതും, അതായത് ലയിച്ചിരുന്നതും, പിന്നീട് മായാകൽപിതമായ ദേശകാല വിലാസം കൊണ്ട്, ഓർക്കണം, മായാകൽപിതമാണ്, ദേശകാല വിലാസമൊക്കെ ഉണ്ട്.
അതുകൊണ്ട് എന്ത് ചെയ്തു? എന്താ ഈ ലോകം വിചിത്രമായി നാമരൂപാത്മകമായി കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഈ ജഗത്തിനെ ആരാണോ ഈ ജഗത്തിന്റെ സൃഷ്ടാവായിട്ടുള്ളത്? ആരാണോ അങ്ങനെയുള്ള ഈ ജഗത്തിനെ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെയോ, ഗുരു എപ്പോഴും അങ്ങനെയാ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയും പിന്നെ അദ്വൈത ദീപിക അങ്ങനെയുള്ള കൃതികളിലൂടെ ആത്മോപദേശ ശതകമൊക്കെ കടന്നു പോകുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ഗുരു ഇത് ചേർത്ത് വെച്ച് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന വസ്തുക്കളെ ഉദാഹരണമാക്കി കാണിച്ചുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെ പറയുന്നത് ഗുരുക്കന്മാര്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു ഇന്ദ്രജാലക്കാരൻ തൻ്റെ ഇന്ദ്രജാല വിദ്യയെ തന്നിൽ അടക്കി വെച്ചിട്ട് അത് പുറത്തേക്ക് പ്രകടമാക്കുന്നത്. അതുപോലെയോ അല്ലെങ്കിൽ ഒരു യോഗി ആത്മസാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു യോഗിക്ക് ആ ദശയിൽ എത്തുന്നതിന് മുൻപ് അനുഭവപ്പെടുന്ന ചില ആ ഒരു സിദ്ധിവിശേഷങ്ങളുണ്ട്. ആ ഒരു പരമപ്രകാശത്തിലേക്ക് അണയുന്നതിന് മുമ്പ് അനുഭവപ്പെടുന്ന വെളിച്ചം, ആ വെളിച്ചം ഒത്തിരി അത്ഭുതങ്ങളായിട്ട് ഈ ലോകത്ത് വരും. അങ്ങനെ ഒരു യോഗിയെ പോലെ യോഗി എങ്ങനെയാണോ തൻ്റെ സിദ്ധിജാലം കാണിക്കുന്നത്, അതുപോലെയോ ആരാണോ ഏത് ജഗദീശ്വരനാണോ യാതൊരുവനാണോ എന്നർത്ഥം കേട്ടോ, ഏത് ജഗദീശ്വരനാണോ എന്നല്ല, യാതൊരു പരമാത്മാവാണോ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രകടമാക്കുന്നത്. അത് പ്രകടമാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യോഗിയെ പോലെയോ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെയോ. ഈ പ്രപഞ്ചം ആദ്യം എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ, വിത്തിനുള്ളിൽ ഒരു വൃക്ഷം എങ്ങനെയാണോ സുപ്താവസ്ഥയിൽ ഇരുന്നത്, അതുപോലെ ഒരു യോഗിയുടെ ഉള്ളിൽ എങ്ങനെയാണോ യോഗവിദ്യ ഇരുന്നത്, ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇന്ദ്രജാല വിദ്യ ഇരുന്നത്, അതുപോലെ ആരാണോ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ പ്രകടമാക്കുന്നത്, ആ പരമഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. അതായത് പരബ്രഹ്മം തന്നെയാണ് ഗുരുരൂപത്തിൽ വന്നുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നർത്ഥം. അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടിയെ പറയുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് ശ്രവിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാവുന്നത് അത്രയും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഗുരുദേവന്റെ കൃതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഭഗവാൻ കൃതികളിലെല്ലാം ശരിക്കും ഒരു ഉപനിഷദ് ഋഷിയായിക്കൊണ്ട് തന്നെയാണ് ദർശനമാലയിൽ സംസാരിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. ആസീത് എന്ന പദം കൊണ്ടാണ് ദർശനമാല തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഗുരു അതിൽ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു, ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര അല്ലേ. അതും ഈ ആശയം തന്നെയാണ്. അസത്തായിരുന്ന അത് ഞാൻ പിന്നീട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വിശദീകരിച്ച് തരാം. ഇപ്പൊ ആസീദ് പറഞ്ഞപ്പോൾ ഒന്ന് അതിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ തന്നെ നാലാമത്തെയോ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമത വൈസ്വതഃ ബീജാദങ്കുര അതല്ല, ആസീത് പ്രകൃതിരേവേദം. അവിടെയാണ് ആസീത് തുടങ്ങുന്നത്. ആസീത് പ്രകൃതിരേവേദം യഥാദൗ യോഗവൈഭവഃ വ്യതനോദതയോഗീവ. കണ്ടോ, സിദ്ധിജാലം ജഗത്പതി. ഇത് തന്നെയല്ലേ, സെയിം വസ്തു തന്നെയാണ് ഓരോ കാലത്തിൽ വന്ന ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ പറയാണ്, നോക്കൂ, ആസീത് പ്രകൃതിരേവേദം, പ്രകൃതി രൂപത്തിൽ ഇരുന്നിരുന്ന ആ സുപ്ത അവസ്ഥയിലിരുന്ന ഈ പ്രപഞ്ചത്തെ യോഗവൈഭവം കൊണ്ട് ഒരു യോഗിയുടെ സിദ്ധിജാലം എന്നതുപോലെ ജഗദീശ്വരൻ ഇതിനെ പ്രകടമാക്കി പറയാ. അപ്പൊ അവിടെയൊക്കെ ആസീത് എന്നുള്ള പദം ഒരു ഉപനിഷദ് ഋഷിയെ പോലെ ശ്രീനാരായണ ഗുരുദേവനും സംസാരിക്കുന്നുണ്ട്. ഛാന്തോക്യ ഉപനിഷത്തിൽ ഉദ്ദാലക മുനി പറഞ്ഞ പോലെ, സദൈവ സൗമ്യേതം അഗ്ര ആസീത് ഏകമേവാദ്വിതീയം. മോനെ, ഈ പ്രപഞ്ചം ഉത്പത്തിക്ക് മുമ്പ് ഏകവും അദ്വിതീയവുമായ രണ്ടില്ലാത്ത ആ ഏകത ആസീത് ആയിരുന്നു. കണ്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആസീത് എന്ന പദത്തിൻ്റെ പ്രാധാന്യം വെറുതെ ആസീത് എന്ന് എഴുതിയിടുക, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുവാൻ ഋഷീശ്വരന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ആസീത്. അസ് ധാതുവിൻ്റെ ഭൂതകാല ക്രിയയാണ്. അസ് ധാതുവിൻ്റെ ഭൂതകാല ക്രിയയാണ് ആസീത്. ആസീത്, ആസ്താം, ആസൻ, ആസീഹി, ആസ്തം, ആസ്ത,
ആസം, ആസ്വ, ആസ്മ എന്നാണ് അതിൻ്റെ രൂപം. അതിൽ ആസീത് എന്നുള്ളത് പ്രഥമപുരുഷ ഏകവചനാണ്. അപ്പം നോക്കാം. അപ്പം നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ശാസ്ത്രം അതിൻ്റെ വഴിക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഋഷീശ്വരന്മാർക്കൊരു പരീക്ഷണത്തിനും പോകേണ്ടി വന്നിട്ടില്ല. പരീക്ഷണശാലയാക്കിയത് ശാസ്ത്രജ്ഞന്മാർ പുറത്തുള്ള ലാബുകളോ അല്ലെങ്കിൽ പരീക്ഷണ സങ്കേതങ്ങളാണെങ്കിൽ, ഋഷീശ്വരന്മാർ പരീക്ഷണ സങ്കേതങ്ങളാക്കിയത് അവനവൻ്റെ ഉള്ളത്തെ തന്നെയാണ്. ആത്മസത്യം അല്ലെങ്കിൽ പ്രപഞ്ച സത്യം മറഞ്ഞുപോയത് അവനവനിൽ തന്നെയാണെന്നും അത് തെളിയിച്ചെടുക്കേണ്ടത് അവനവനിൽ തന്നെയാണെന്നും മഹാഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ഗുരുക്കന്മാർ, പല കാലങ്ങളിൽ വന്ന ഗുരുക്കന്മാർ പലതരത്തിലുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഈ വഴികൾ മാത്രമാണ് വ്യത്യസ്തം. എത്തിച്ചേരുന്ന ആ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഈ വഴികൾ വ്യത്യസ്തമായത് എന്താന്ന് വെച്ചാൽ, അതാത് കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും മാനസികവും ഒക്കെയായ തലങ്ങൾക്കനുസരിച്ച് ഈ സത്യത്തെ വാക്കുകൾ മാത്രം മാറ്റി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സത്യം ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗുരു ദർശനത്തിലൂടെ, ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ സഞ്ചരിക്കുന്ന സുഹൃതികൾ അതിലിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന ഗ്രന്ഥം ഒരു പുതിയ ടെക്സ്റ്റല്ല, അതൊരു മനന ഗ്രന്ഥമാണ്. മനന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിനെ ഒന്ന് ഓർത്തെടുക്കാനുള്ള, അല്ലേ? ഇപ്പൊ തോന്നണില്ലേ? നമ്മൾ ഓരോ വാക്കും വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെക്കണം. ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ മഹാഗുരുവാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തെ തരണം ചെയ്യാൻ വന്നിരിക്കുന്ന സുഹൃതികളെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാമൂർത്തി സ്തോത്രം ഒരു പുതിയ ഗ്രന്ഥമല്ല, അതൊരു മനന ഗ്രന്ഥമാണ്. പഠിച്ചതിനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ്, ഈ ലോകം എത്ര വിചിത്രമാണ് എന്നാണ് മഹാഗുരുക്കന്മാർ ഈ ലോകത്തെ കണ്ടിട്ട് വിചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്ചര്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ആശ്ചര്യപരത ഗുരു പല സമയങ്ങളിലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനാണ് ആ കൃതികളിലൊക്കെ പറയുമ്പോൾ അഹോ, അല്ലേ, അഹോ വിചിത്രം എന്ന് ഗുരു പറയും. ചിത്രം, അല്ലേ, ചിത്രം. നമ്മളിവിടെ ചിത്രം വടതരോർമൂലെ എന്ന് പറഞ്ഞ പോലെ ചിത്രം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. അഹോ നാടകം നിഖിലവും. ഇത് കാണുമ്പോൾ ഗുരു വിളിച്ചു പറഞ്ഞതാണ് ഈ പ്രപഞ്ചം കാണുമ്പോൾ. കാരണം സ്രഷ്ടാവായിരിക്കുന്ന ആ പരമ്പൊരുള് ഒരു ഗുരുരൂപത്തിൽ വന്നിട്ട് സാധാരണക്കാരായ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ കാട്ടി തന്നിട്ട് പറഞ്ഞത് ഓ വിചിത്രം, ഇതിലെ വിചിത്രത അറിയൂ, ചിത്രം ആശ്ചര്യമായിരിക്കുന്നു, അഹോ നാടകം നിഖിലവും. വെറുതെ മാറി നിന്നൊന്ന് നോക്കിയാൽ നല്ല നാടകം കളിക്കുന്ന പോലെ നമുക്ക് കാണാം ഓരോരുത്തരും, അല്ലേ? നമ്മളും ആ നാടകത്തിന്റെ ഒരു ഭാഗം തന്നെയായി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് നാടകമാണെന്ന് മനസ്സിലാകാത്തത്. അപ്പൊ സത്യം അറിഞ്ഞു വരുമ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാകും, ഓ ഈ നാടകമാണല്ലോ ഇതൊന്ന്. വാഴ്ത്തുവാനുമരുതേ. ശ്രീനാരായണ ഗുരുദേവൻ ഇടയ്ക്ക് കൃതികളിലൂടെ പറയും, ഇതിന് വാഴ്ത്താൻ പറ്റുന്നില്ലല്ലോ, വാഴ്ത്തുവാനുമരുതേ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ, ഇപ്പൊ ഭഗവത്ഗീത പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാ പറയണം, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, അല്ലെ? ആശ്ചര്യവത് വദതി തദൈവ ജാന്യഃ, ആശ്ചര്യവത് ചേനം അന്യം ശൃണോതി, ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. കണ്ടോ? അവിടെയൊക്കെ വ്യാസഋഷി പറഞ്ഞു വയ്ക്കുക, ചിലത് ശ്രീകൃഷ്ണ പരമാത്മാവിലൂടെ വ്യാസഋഷി സംസാരിക്കുന്ന എന്താ? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ചിലർ ഈ പ്രപഞ്ചത്തെ ആശ്ചര്യത്തോടു കൂടി കാണുന്നു. ആശ്ചര്യവത് വദതി തദൈവ ച അന്യഃ, തദൈവ അതുപോലെ തന്നെ അന്യഃ മറ്റൊരുവൻ ആശ്ചര്യവത് വദതി, ആശ്ചര്യത്തോടു കൂടി ഇതിനെ പറയുന്നു. ആശ്ചര്യവത് ചേനം അന്യം ശൃണോതി, അന്യം ഏനം ആശ്ചര്യവത് ശൃണോതി. വേറൊരുവൻ ഈ പ്രപഞ്ചത്തെ ആശ്ചര്യത്തോടു കൂടി കേൾക്കുന്നു. പക്ഷേ കണ്ടാലും കേട്ടാലും പറഞ്ഞാലും നവേദസഹ, ആരും ഇതിനെ സത്യമായി അറിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ച രഹസ്യത്തെ സത്യമായി ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവരാരും അത് വാക്കുകൊണ്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ കുറിച്ച് വെച്ചിട്ടുള്ളൂ.
അതാണ് ഗുരുദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, വാഴ്ത്തുവാനും അരുതേ. കാരണം അറിഞ്ഞതുകൊണ്ടാണ്. അറിഞ്ഞനുഭവിച്ചവർക്ക് വാക്കിലൂടെ ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ അവര് ആ അനുഭവ രഹസ്യത്തിന്റെ ഒരു പൊടിയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഒരു അനുഭവിച്ച വെളിച്ചത്തിന്റെ ഒരു പൊടി, ഒരംശമാണ് കൃതികളിലൂടെ വെച്ചിട്ടുള്ളൂ. എത്രയാ, 1000 കോടി അനന്തനെ പോലെ, ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെയൊക്കെ അനുഭവിച്ച ആ ആത്മവെളിച്ചത്തെ, ആ പ്രകാശത്തെ, ആ ആനന്ദവരതയെ ഒരു പൊടി പോലെയൊക്കെ വെച്ച് നമുക്ക് തന്നിട്ട്, അതാണെന്ന് പോലും, അതിലേക്ക് പോലും എത്താൻ നമുക്ക് ആകാതെ നമ്മൾ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ പകച്ചു നിൽക്കുന്ന അനുഭവമാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഒന്നേ രക്ഷയുള്ളൂ, പ്രാർത്ഥന. ഇപ്പം നമ്മളിരുന്ന് എത്ര പുലർകാലത്തിലിരുന്ന് എന്ത് മനോഹരമായിട്ടാണ് പ്രാർത്ഥിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഗുരുവിലേക്ക് എത്താനുള്ള ഏക വഴി. ഏത് ദുഃഖങ്ങളും ഗുരുവിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാലുണ്ടല്ലോ, അവിടെ വേദാന്തജ്ഞാനം ഒന്നും നമുക്ക് വേണ്ട. ആ ഗുരുവിൻ്റെ മിഴികൾ നമ്മുടെ നേരെ ഒന്ന് തിരിച്ചു വെച്ചാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് യാതൊരു ക്ലേശങ്ങളും താങ്ങാനാവാതെ നമ്മൾ വിഷമിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ കേട്ടുപോയാലേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ആമുഖം ഇത്ര സംസാരിക്കുന്നത്. നമ്മൾ കണ്ണ് തുറന്ന് ഈ പ്രപഞ്ചത്തെ നോക്കാൻ പഠിക്കുന്നവരായി മാറണം. നമ്മൾ ഒരു മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യത്തിലെ ചുറ്റുപാടുകളെ പോലും ഒന്ന് നോക്കാൻ ഇന്നത്തെ കാലത്ത് മനുഷ്യന് പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് വീടിൻ്റെ വടക്കുവശത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒന്നും അറിയാതെ ചെറിയ ഒരു മൊബൈലിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വീടിനകത്തോ നമ്മൾക്കറിയാവുന്ന ചെറിയൊരു പരിചിത ബന്ധങ്ങളിൽ മാത്രം ലോകത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നാം ഈ ലോകത്തിൻ്റെ ആശ്ചര്യപരതയൊന്നും കാണാൻ പോവാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ കുടില ചിന്തകൾ വരണതും, ഇരുട്ട് വ്യാപിക്കണതും, അന്യൻ്റെ കണ്ണുനീര് കാണാനാവാത്തതും ഒക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തെ കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർഗാത്മകതയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളൊന്ന് വെറുതെ നീ ഒന്ന് നോക്കുക, മനസ്സ് എത്ര ആനന്ദപരമാകുമെന്നറിയോ. എത്രയോ ജീവികൾ ഈ ലോകത്തുണ്ട് മനുഷ്യരെ കൂടാതെ. എപ്പോഴും ഏറ്റവും അധികം വർണ്ണാഭമായ ചിറകുകളോടുകൂടി ചിറക് വിരിച്ച് നിൽക്കുന്ന മയിലിനെ കണ്ടിട്ടുണ്ടോ? എന്ത് വലിയ ചിത്രകാരനാണ് ദൈവം ഭഗവാനെ, എന്ത് ഡിസൈനിങ്! അത് ആരാണ് അങ്ങനെ അത്ര മനോഹരമായി ആ ചിറകുകൾക്ക് പെയിന്റിങ് ചെയ്തത്? ആശ്ചര്യം എന്ന് പറഞ്ഞു പോകും നമ്മളിതൊന്നും കാണില്ല, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാ ഓരോ ഇനങ്ങളും, ഒരു പൂമ്പാറ്റയെ നോക്കിയാലായിക്കൊള്ളട്ടെ, ഒരു കിളികളെ, വിവിധ തരത്തിലുള്ള കിളികളെ നോക്കിയാലായിക്കോട്ടെ, തുമ്പികളെ നോക്കിയാലായിക്കൊള്ളട്ടെ, ഒന്നും വേണ്ട, ഒരു മരത്തിൻ്റെ ഇലകളെല്ലാം ഒരേ രൂപത്തിൽ ഒരേ ഡിസൈനോട് കൂടി ആര് സൃഷ്ടിച്ചു? ആരാണ് ഈ കലാകാരൻ ഭഗവാനെ അല്ലേ. ഇത് നമ്മളെ തന്നെ ഒന്ന് നോക്കിയാലോ. കണ്ണും മൂക്കും കാലും കയ്യും ഒക്കെ മനുഷ്യർക്ക് സമാനമാണ്, പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ മുഖം. ഒന്നും വേണ്ട, നമ്മുടെ തമ്പ് ഇംപ്രഷൻ നോക്കൂ. അത് വെച്ചിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായി എങ്ങനെ വെച്ചു ഭഗവാനെ നീ? വല്ലാത്ത ഒരു ഈശ്വരൻ എന്ന ആ ഒരു സ്രഷ്ടാവ് ചെയ്യുന്ന ആ പ്രവൃത്തികൾ മനുഷ്യരായ നമുക്ക് ഈ കുഞ്ഞു ബുദ്ധി കൊണ്ട്, ഈ വാസനാന്വിതമായ ബുദ്ധി കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജഗദീശ്വരനെ വിശ്വസിക്കാതെ, അറിയാതെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ വിലപിക്കുമ്പോൾ അവിടെ എന്താ പറയുക, അതിന് നമ്മൾക്ക് ഈശ്വരനോടുള്ള വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ചിന്തകൾ അറിയാം. എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ് പോകേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു ഈശ്വരൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവിടെയൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട ഇനി ഇവിടെ എത്തിക്കാൻ, ഈ പ്ലാറ്റ്ഫോമിലൊക്കെ എത്തിക്കാനുള്ളത്ര വെളിച്ചം തന്നില്ലേ? അത് മതി. ദാരിദ്ര്യം ആയിക്കൊള്ളട്ടെ, രോഗം ആയിക്കൊള്ളട്ടെ, ആരും നോക്കാനില്ലാതെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടുത്തലുകളായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഭഗവാനെ, അങ്ങയെ അറിയാനും അങ്ങയുടെ നാമം ചൊല്ലാനും അങ്ങയെ തേടി വരാനും ഒക്കെ ഞങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചല്ലോ.
അല്ലേ? ആ അനുഗ്രഹത്തിന് എപ്പോഴും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. കിട്ടാത്ത അല്ലെങ്കിൽ ലഭിക്കാത്ത മോഹങ്ങളെ താലോലിക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിപൂർവം ഓർക്കുകയും ജഗദീശ്വരനോട് വീണ്ടും വീണ്ടും നന്ദി പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത്. അപ്പോൾ ദൈവത്തിനെ അറിയാത്തവർക്ക് ഇതൊന്നും കാണാൻ കണ്ണില്ല. അവർ ഈ പ്രകൃതിയെ ചൂഷണ വസ്തുവായിട്ട് മാറ്റും. അവർ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സൗന്ദര്യമൊന്നും അവർ കാണില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ ഓരോന്നും ഉണ്ടല്ലോ, ആ ജഗദീശ്വരൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കണത്. എന്നിട്ട് നമ്മൾ വെറുതെ മരിച്ചു കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും, നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ, അല്ലേ? ജീവൻ, ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് വരെ നിന്റെ ഇച്ഛയാണ് നടപ്പാകുന്നതെന്ന് അറിയാതെ ആ ജീവൻ പോയിരിക്കുന്നത്. എന്നിട്ടാണ് കൂടെ നിൽക്കുന്നവർക്കെങ്കിലും ഒരു ശ്മശാന വൈരാഗ്യം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നീയാണ് എല്ലാം, അല്ലേ? നീ അല്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ല. എന്താ പറയാ, കുന്നോളം ധനമുണ്ടാകിലും, അല്ലേ, ഇന്ദ്രനു സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ടായ്മ പടർ വന്നു വിളിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കണവനെ ഇഷ്ടമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് രാഗവും ദ്വേഷമൊക്കെ വരും. അത് നമ്മളുടേതായ വാസനയുടെ തലമാണ്. അവിടെയൊക്കെ ഈശ്വര ബുദ്ധി കൊണ്ട് നിറക്കണം. എല്ലാ ജീവികളെയും ഈശ്വരൻ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെയും സംരക്ഷിച്ചിട്ടുണ്ട്. പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടോ? എപ്പോഴും എനിക്ക് ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മളൊന്ന് ഹിമാലയത്തിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ, നമ്മൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ട് കമ്പിളി പുതപ്പൊക്കെ കമ്പിളി വാങ്ങണത്, ഒരു സ്വെറ്റർ വാങ്ങണത്. ഇതിപ്പോൾ നോക്കിക്കേ, ആ സാഹചര്യത്തിൽ ജീവിക്കാൻ തക്ക വസ്ത്രം, കാട്ടാടിനാണെങ്കിലും കരടിക്കാണെങ്കിലും കുരങ്ങനാണെങ്കിലും ഒക്കെ ആ രോമ കമ്പിളി കുപ്പായം തുന്നിച്ച് വെച്ച് ചേർത്ത് കൊടുത്തേക്കണുണ്ടോ? കണ്ടോ? അതൊക്കെ ആ ജഗദീശ്വരൻ്റെ ലീലാവിലാസങ്ങളാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ സ്മൈലിലെ ക്ലാസ് ഉണ്ട്. സമയം വൈകി പോകരുത്, കൃത്യം ആ സമയത്ത് എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് വരാൻ റെഡിയാകണം. വെളുപ്പിനൊക്കെ എന്നും എഴുന്നേക്കും, അതിലേക്ക് വരാൻ റെഡിയാകണം. ഉറങ്ങിപ്പോവല്ലേ എന്നൊന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഇവിടെയൊക്കെ എല്ലാവരും നല്ല ശീലമായത് 5 മണിയൊക്കെ ആയി പോകും എഴുന്നേറ്റ് വരുമ്പോൾ. നിങ്ങളിവിടെ 4 മണിയേ മുതലേ സജ്ജമാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്കങ്ങനെ നിയമം തെറ്റിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, സൂര്യൻ എപ്പോഴെങ്കിലും ഇന്ന് എനിക്ക് മടിയാണ്, പനിയാണ്, ഞാൻ ഉദിക്കില്ലെന്ന് പറയണ്ടോ? നാളെ നമ്മൾ രാവിലെ എഴുന്നേക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ സൂര്യൻ ഉദിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ട്. ചന്ദ്രൻ ഉദിക്കുമെന്നുള്ളതിന് ഉറപ്പുണ്ട്. നക്ഷത്രങ്ങൾ വരുമെന്നുള്ളതിന് ഉറപ്പുണ്ട്. അവിടെ അതൊക്കെ ആ ഈശ്വരൻ്റെ എന്താ പറയുക, ആ ഒരു ഇച്ഛയ്ക്ക്, ഈശ്വരൻ്റെ ആ ഒരു നിയമനത്തിന് അനുസൃതമായിട്ടാണ് ആ ജീവികൾ ഇരിക്കുന്നത്. ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാ. അതുകൊണ്ട് അവരൊരു അണുവിട തെറ്റിക്കാതെ സൂര്യൻ ഉദിച്ചിരിക്കും. മടി ഒരിക്കലും തോന്നാറില്ല, അല്ലേ? ശനേരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്നു 2 കന്തുകം, അല്ലെ? മനം കവിഞ്ഞു മാറിയാടും അങ്ങു മണ്ണോടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് ഇങ്ങനെ ഓരോ അംശം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് രാമായണത്തിലും പിന്നെ ഭരതൻ വരുമ്പോഴത്തേക്ക്, വാത്മീകി രാമായണത്തിലെ ഭരതൻ ചിത്രകൂടത്തിൽ എത്തുമ്പോഴത്തേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ, ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ഒന്നും കളയണ്ട, കുറച്ച് കാലേ ഉള്ളൂ മനുഷ്യ ജീവിതം. അവിടെ ഇത് തന്നെ പറയണ്ട, നന്ദന്ത്യുദിത ആദിത്യേ നന്ദന്ത്യസ്തമിതേ അഹനി ആത്മനോ നാവബുദ്ധ്യന്തേ മനുഷ്യാ ജീവിതക്ഷയം. കണ്ട, ഗുരുക്കന്മാര് ആദ്യകാല ത്രേതായുഗത്തില് വാത്മീകി മഹർഷി എഴുതിയ രാമായണ കാലഘട്ടത്തിൽ പറഞ്ഞ ഋഷിതത്വത്തെ ശ്രീനാരായണ ഗുരുദേവൻ കൃതികളിലൂടെ നമുക്കിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ, ഗുരുവിൻ്റെ കൃതിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ രാമായണമൊക്കെ തേടി പോകുമ്പോൾ ആ പൊരുളുകൾ മുഴുവനും ഇങ്ങനെ അടക്കി വെച്ചേക്കുക. നന്ദന്ത്യുദിത ആദിത്യേ, സൂര്യൻ ഉദിക്കുമ്പോൾ സന്തോഷിക്കും, അസ്തമിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കും. രാത്രിയായല്ലോ, നീ വിശ്രമിക്കാലോ. പക്ഷേ ആത്മനോ നാവബുദ്ധ്യന്തേ, സ്വയം മനസ്സിലാക്കുന്നില്ല. മനുഷ്യാഹ ജീവിതക്ഷയം, മനുഷ്യൻ ഓരോ ദിവസവും
ഇങ്ങനെ ക്ഷയിച്ച് ആ ആയുസ്സിൽ നിന്ന് ഓരോ അംശം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ കിട്ടുന്നത്ര സമയം മനസ്സിൻ്റെ അകത്ത് നിന്ന് രാഗദ്വേഷങ്ങളെല്ലാം അകറ്റി ശാന്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെയൊക്കെ സ്വീകരിച്ചു കൊണ്ടുപോകാം. നാളത്തേക്കൊന്നും കൂട്ടിവെക്കാനില്ല, നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഈ പുണ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ ശ്രേഷ്ഠതയോടെ സ്വീകരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് ഈശ്വരൻ്റെ ആ സർഗാത്മകത അനിർവചനീയം തന്നെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചൊല്ലിയല്ലോ ശ്രീനാരായണ ധർമ്മത്തിലെ ശ്ലോകങ്ങളെല്ലാം ഒരു ശ്രുതി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്മൃതിയെ ഉച്ചരിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി അതിനെ പാടി 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 പരിചയപ്പെടുത്തി ലോകത്തിലേക്ക് എത്തിക്കുന്നുണ്ട് സ്മൈല്. അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, വിചിത്രസ്യാസ്യ ജഗതഃ കർത്ത സർവശക്തിമാൻ സർവേശ്വരസ്സ സർവജ്ഞഃ ഏകോ ദേവ ഇതീരിതഃ. ഗുരു പറഞ്ഞു തന്നതാണ്. ദൈവം ഒന്നാണെന്ന് ഗുരു എവിടെ പറഞ്ഞേക്കണേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതില്ലെന്ന് ജാതി നിർണയത്തിലൂടെ, ജാതിലക്ഷണം എന്ന കൃതികളിലൂടെയൊക്കെ ഗുരു പറഞ്ഞു തന്നു. പക്ഷെ അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മം പറഞ്ഞപ്പോഴും ഗുരു പറഞ്ഞു തന്നെ എന്താ ദൈവം എന്നാ പറഞ്ഞ? വിചിത്രമായ ഈ ജഗത്തിന്റെ കർത്താവെന്നാ. കണ്ടോ, അവിടെ ഗുരു വിചിത്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് വാക്കുകൊണ്ട് പറഞ്ഞതിനെ വിശദീകരിക്കാനാവില്ലെന്നർത്ഥം. അങ്ങനെയുള്ള ഈ ജഗത്തിന്റെ കർത്താവ് സർവേശ്വരനാണ്, എല്ലാത്തിനും ഈശ്വരനാണ്. സർവശക്തിമാൻ, കുഞ്ഞുറുമ്പിലും പോലും ശക്തിയായിരിക്കുന്നത്. എല്ലാത്തിനും ഈശ്വരനാണ്, സർവ്വതിനും ശക്തിയായിരിക്കുന്നു, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നു. അങ്ങനെയുള്ള ഏകോ ദേവ ഇതീരിതഃ, ആ ദേവൻ ഒന്നാണെന്ന് ഈരിതഃ പറയുന്നു. അപ്പോൾ ഒരു ദൈവത്തെ പറഞ്ഞു തന്നപ്പോൾ ആ ദൈവത്തെ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എല്ലാത്തിലും ഇരുന്ന് പ്രകാശിക്കുന്ന, എല്ലാത്തിനെയും അറിയുന്ന, എല്ലാതുമായിരിക്കുന്ന ഒരേ ഒരു ഈശ്വരനെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ ശ്ലോകം എല്ലാവരും പഠിക്കണം. ഗുരുവിൻ്റെ ഒരു ദൈവം എന്ന സങ്കല്പം ശ്രീനാരായണ ധർമ്മത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? അതുപോലെ നിരവധി ശ്ലോകങ്ങളിലൂടെ അത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ബേസ് അത് തന്നുകൊണ്ടാണ് അതിലൂടെ ഗുരു ബാക്കി എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നത്. നോക്കിയേ, വിചിത്രസ്യാസ്യ ജഗതഃ കർത്താ സർവശക്തിമാൻ സർവേശ്വരഃ സ സർവജ്ഞഃ ഏകോ ദേവഃ ഇതീരിതഃ എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരുക്കന്മാർ തന്ന കരുണയാണത്, ദക്ഷിണയാണ്. ദക്ഷിണ എന്ന വാക്കിന് കരുണ എന്ന് അർത്ഥമുണ്ട് കേട്ടോ. നമ്മൾ ഒരാൾക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, കരുണ കൊടുക്കുന്നു എന്നാണ്. എന്തിനാ ദക്ഷിണ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നതിനാ. അതെന്തിനാ, ഏത് കൊടുക്കുമ്പോൾ മാത്രമേ അത് ദക്ഷിണയാവുകയുള്ളൂ? ആത്മീയമായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുമ്പോൾ, ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുമ്പോൾ ആ കരുണയുടെ രൂപത്തിലാണ് നമ്മൾ 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും ദക്ഷിണ വെച്ച് സമർപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കരുണയുടെ രൂപമാണ്. അപ്പം ഇതിവിടെ പറയാണ്, ഗുരു തന്ന കരുണയാണത്, ദക്ഷിണയാണ് ഈ ശ്ലോകങ്ങൾ. അതെപ്പോഴും ഓർത്തോളണം. ഗുരുക്കന്മാർ നമുക്ക് തന്ന കരുണയാണ്, അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി എന്ന് വെച്ചത്. അപ്പോൾ എന്താണ് കരുണ? നമുക്ക് തന്ന കരുണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പണം തന്നതാണോ, അല്ലെ ഒരു വീട് കെട്ടി തന്നതാണോ, അല്ലെ കുറേ വസ്ത്രം തന്നതാണോ? ഇതൊന്നും കരുണയല്ല, വെറും ദാനം മാത്രമാണ്. പക്ഷെ ഇവിടെ കരുണ എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളായി സത്യമറിയാതെ ജീവിച്ച ജീവന് സത്യം പറഞ്ഞു കൊടുക്കുന്നതാണ് ദക്ഷിണ അല്ലെങ്കിൽ കരുണ. ആലോചിച്ച് നോക്കി, അനേക ജന്മങ്ങളായിട്ടേ സത്യമറിയാതെ ജീവിച്ചവർക്ക് സത്യം പറഞ്ഞു തന്ന കരുണ. ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഗുരു അവതരിച്ച് ഈ ലോകത്തിന് പകർന്നു നൽകിയ അമൃത്, അതിനെ നമുക്ക് ദക്ഷിണ എന്ന് വിളിക്കാം അല്ലേ. ശങ്കരഗുരു 8-ാം നൂറ്റാണ്ടിൽ ഒരു കാപാലികൻ തല അറുക്കാൻ വരെ പോയതാണ് അല്ലേ. എന്നിട്ടും ആ സത്യം പറയാൻ വന്ന പരമഗുരു നടന്നു സഞ്ചരിച്ചു, ലോകം മുഴുവൻ സഞ്ചരിച്ചു, അദ്വൈതത്തെ പറഞ്ഞു തന്നു.
ഓരോ കാലത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഓരോ ഗുരുക്കന്മാരും സഞ്ചരിച്ചത്. അവരൊക്കെ ഈ ലോകത്തിന് തന്നത് കരുണയാണ്, ദക്ഷിണയാണ്. ആ കരുണയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ അറിവ്, എൻ്റെ ക്ലാസ്, ഞാൻ പറയുന്നത്, അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ആരാണ്? മഹാഗുരുക്കന്മാർ നമുക്ക് തന്ന ആ വലിയ അറിവിനെ വാക്കുകൾ കൊണ്ട് വെറുതെ ഉച്ചരിക്കുന്ന അല്പമാത്രമായ ഈ മനുഷ്യന് അറിവിൽ അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഓരോ വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ മഹാഗുരുക്കന്മാരിലേക്ക് നമ്മുടെ കരുണ അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണ കരുണയായിക്കൊണ്ട് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു ശ്ലോകമൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് ഓം കൂട്ടിച്ചേർക്കും. ആ ഗുരുവിനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങും. അതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കരുണ, ദക്ഷിണ. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ദീനം പിടിച്ചും മധുരയത് കുടിച്ചും ഒക്കെ കിടക്കുന്നവരെ ആ ജ്ഞാനമാം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. നമ്മളെ അമ്മമാര് വിളിച്ചെഴുന്നിട്ട് മോനെ സ്കൂളിൽ പോമോനെ, എഴുന്നേക്ക് മോനെ എന്ന് പറയുന്ന പോലെ, ജോലിക്ക് പോമോളെ എഴുന്നേക്ക് എന്ന് പറയുന്ന പോലെ ഗുരു വിളിച്ചത് എങ്ങനെയാ? എഴുന്നേക്കൂ, തിഷ്ഠ, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. നീ ഈ ജന്മത്തിലെങ്കിലും, എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ പോയി, പ്രതിജ്ഞ ചെയ്തു പോയി, പഠിച്ചോളാം, അറിഞ്ഞോളാം, രക്ഷപ്പെട്ടോളാം. ഒരു ജന്മത്തിനും രക്ഷപ്പെട്ടില്ല. അതാ പിന്നെയും വന്നു ശരീരത്തില്. ഇനിയെങ്കിലും നീ ഒരു രക്ഷാമാർഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കൂ. അതാണ് ഗുരു. അച്ഛന്മാര് മക്കളെ വിളിക്കണമെങ്കിൽ എപ്പോഴും ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു അച്ഛൻ തട്ടി വിളിക്കുന്ന പോലെ നമുക്ക് തോന്നും, നീ ഉണരൂ, ഉത്തിഷ്ഠ, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഈ ജ്ഞാനത്തെ ഒന്ന് കേക്ക്. എനിക്ക് പലരെ അറിയാം, ഒട്ടും കേട്ടാൽ അവർക്ക് മനസ്സിലാകില്ല വേദാന്ത തത്വങ്ങളെങ്കിലും ഉണ്ടല്ലോ, അത് കേൾക്കുന്നിടത്തൊക്കെ ചെവിയും കൊണ്ട് വരും, അത് കേൾക്കും, കേട്ടതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അതെന്തിനാ, അത് നല്ല ഒരു സാധനയത്. കാരണം അത് ആ പതുക്കെ തെളിഞ്ഞു വരും. കാരണം ഗുരുക്കന്മാരോടുള്ള കൃപയും കരുണയും ഭക്തിയും ഒരുവന്റെ ഉള്ളിലേക്ക് ഈശ്വരീയത ഉറക്കാൻ അതാണ് വേണ്ടത്. അല്ലാതെ കുറേ സമ്പത്തോ അല്ലെങ്കിൽ കുറേ PhDകളോ ബിരുദാനന്തര ബിരുദങ്ങളോ ഒന്നുമല്ല. ഗുരുവിൽ അഗൈതവമായ നിഷ്കളങ്കമായ ഭക്തി. അതാ നമ്മൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കസേരയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. എന്താ അച്ഛാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഗുരു പറഞ്ഞതല്ലേ, ഗുരു പറഞ്ഞതാ ഞാൻ കേൾക്കണേ. നോക്കൂ, ശരിക്കും കരച്ചിൽ വരും. ഞാൻ കാലെ തൊട്ട് തൊഴും അപ്പോൾ. കാരണം അങ്ങനെ ഒരു ഭക്തൻ, നിഷ്കളങ്ക ഭക്തനാകാൻ നമുക്ക് സാധിക്കണ്ടേ? അങ്ങനെ ഒരു നിഷ്കളങ്ക ഭക്തനാകാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് ഗുരു തന്നത് എന്താണെന്നും ഗുരു ആരാണെന്നും നമ്മൾ ഭക്തിയോടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഗുരു പറഞ്ഞു തന്ന ആ അമൃതവാണികളെ നമുക്ക് ഇതുപോലെ ഹൃദയത്തിലേക്ക് താലോലിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട. ആ കരുണ നമ്മളിലേക്കൊന്ന് തിരിച്ചു വെച്ചാൽ മാത്രം മതി. ആശാൻ പറഞ്ഞ പോലെ ലോലമാം ക്ഷണം മതി, അല്ലേ? ബോധമുള്ളിൽ ജ്വലിപ്പാനും മാലണയ്ക്കും തമസ്സാകെ മാഞ്ഞു പോകാനും. ഇത്ര ജന്മങ്ങളിൽ ഇരുട്ടും കൊണ്ടാണ് നമ്മൾ വന്നേക്കണത്. എന്തൊക്കെ വേദനകൾ നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ഇരുണ്ട് വെളുക്കാൻ എത്ര വേദനിച്ചാലാ, എത്ര ദൈവമേ ഗുരുവേ എന്ന് വിളിച്ചാലാ നമുക്കൊന്ന് ഉണർന്നെഴുന്നേക്കാൻ സാധിക്കുക, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മളൊക്കെ ഒരു നിമിഷം മതി ആ കടാക്ഷം ഒന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജന്മം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ആ ബോധാചാര്യൻ്റെ ചെങ്കമലത്തിലേക്ക് എപ്പോഴും, ആ ചെങ്കമലത്തിലേക്ക് അവനവൻ്റെ മനസ്സിനെ അർപ്പിക്കുക. അതാണ് ഇവിടെ തൃപ്പാദ ജയം എന്ന് എപ്പോഴും പറയും, അല്ലേ? എൻ്റെ കുഞ്ഞു കുട്ടികൾ പറയും, നമ്മുടെ സംസ്കാരമാണത്. കുഞ്ഞു കുട്ടികൾ പറയും, അമ്മമാർ പറയും, ഇതിൻ്റെ എല്ലാ സാധനയിലുള്ള എല്ലാവരും പറയുന്ന തൃപ്പാദ ജയം, അല്ലേ? കാരണം സ്വാമിയുടെ പാദങ്ങൾ ജയിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ജയിക്കുമ്പോഴാണ്. ഭഗവാൻ പറഞ്ഞു തന്നത് അറിഞ്ഞ് അനുഭവിച്ച് ജീവിതത്തിൽ വെളിച്ചമുള്ളവരാകുമ്പോൾ, അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് നല്ല മനുഷ്യരാകുമ്പോൾ, നമ്മൾ ഇരിക്കുന്നിടത്ത് എല്ലാവരെയും കൂട്ടി വയ്ക്കുമ്പോൾ, എല്ലാവരും മാറ്റിക്കളയലല്ല, തള്ളിക്കളയലല്ല, ഒരു നല്ല കാര്യം പോലും കരുണയോടെ ഓർത്ത് എല്ലാം ക്ഷമിച്ച് സഹിച്ച് നമ്മളെ ഒന്നായി കൊണ്ടുപോകുന്നിടത്ത് ഗുരുവുണ്ട്.
അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരായി മാറണമെങ്കിൽ ഈ തൃപ്പാദങ്ങളിൽ ജയിക്കണം. ആ തൃപ്പാദങ്ങളിൽ എപ്പോഴും എപ്പോഴും ശരണാഗതി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ആ തൃപ്പാദ ജയം എന്നുള്ള പേര് തന്നെ വളരെ 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 ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണ്. ആശാൻ പറഞ്ഞ പോലെ ബോധാചാര്യക്കഴൽ ചെങ്കമലം അതിനടിക്കാണ് നിർവാണലോകം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ജയന്തിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പല പ്ലാനുകളും എല്ലാം ഇവിടെ എല്ലാം സജ്ജീകരിക്കുന്നുണ്ട്. അതനുസരിച്ച് നാമജപങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകണം. ഗുരുവിനെ അറിയുന്നതിന്, ഗുരുവിനെ യഥാർത്ഥ രീതിയിൽ ആരാധനയ്ക്കപ്പുറം ഗുരുവിനെ അറിയുന്നതിലായിരിക്കണം കൂടുതൽ. പൂവിട്ട് പൂജിച്ചു പോകുന്നവരാരും ഗുരുവിനെ അറിയുന്നില്ല. പക്ഷേ ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരു തന്നത് ഇതുപോലെ എടുത്തു വെച്ചിരുന്ന് പഠിക്കണം. എവിടെ ഇത് കേൾക്കുന്നു ഓടി വരും. കാരണം എന്താണെന്നറിയോ? അത് അവർ ബുദ്ധിമാന്മാരാണ്. ഈ അല്പമായ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ച് ഈ ശരീരം ഇന്നോ നാളെയോ എന്ന് കരുതിയിരിക്കുന്ന ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് യുക്തമായതിനെ, ശ്രേഷ്ഠമായതിനെ കേട്ട് ആ മനസ്സിൽ സംസ്കാരമാക്കിക്കൊണ്ട് പോവാനായി ഓടി വരണത്. ബുദ്ധിയില്ലാതെ വരണതല്ല. കിടന്നുറങ്ങിക്കോളെ ഇതൊക്കെ എന്തിനാ കേൾക്കാൻ പോണേന്ന് ചോദിക്കുന്നവർ ഇനിയും ഉറങ്ങാൻ വരട്ടെ, അല്ലേ? അപ്പം ജന്മശ്രേഷ്ഠത വേണമെങ്കിൽ നമ്മൾ സത്യമായതിനെ കേൾക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ 1-ാം ശ്ലോകത്തിൽ, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 1-ാം ശ്ലോകത്തിൽ പറഞ്ഞത് ലോകമുള്ളിലാണ് എന്ന് പറയും, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതിന് അനുഗുണമായതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ദർശിക്കുന്നതെല്ലാം, പുറത്ത് കാണുന്നത്. ഇനി എന്തൊക്കെയാണോ ഇപ്പോൾ നമ്മുടെ ജീവിതം വെറുതെ ഒന്ന് നോക്കിയാൽ നമ്മുടെ കൂടെയുള്ള ഭാര്യയും മക്കളും ബന്ധുക്കളും ഈ കൂട്ടായ്മ വരെ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നതാണ്. വാസനയായി എന്ത് നമ്മളിൽ ഉണ്ടായിരുന്നോ അതാണ് നമ്മുടെ പുറത്ത് ലോകമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ചിലർ പറയില്ല, എനിക്ക് ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയണവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയണവർ വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ ഇതിനനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ പുറത്ത് അവിടെയും ഉരുത്തിരിഞ്ഞു വരും. ഇവിടെ ഭാര്യയായിരുന്നു, മക്കളായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ അമ്മായിയമ്മയായിരുന്നു, അമ്മായി അച്ഛനായിരുന്നു പ്രശ്നം എന്ന് കരുതി നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആയാൽ വേറെ എവിടെ ചെന്നോ ഇതിനനുഗുണമായ മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് വരും. അതുകൊണ്ട് ഓടി രക്ഷപ്പെടലൊന്നും ഒരു ഉപായമല്ല. എന്താണോ നമ്മളുടെ ഉള്ളിൽ ലോകം, ആ ലോകമാണ് പുറത്ത് നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എന്ത് നിറയ്ക്കണം? ഗുരു പറഞ്ഞ പോലെ കനി വെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടി എറിഞ്ഞ് കരം കഴുകണം. എന്നിട്ട് തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേകുക നീ, അല്ലേ? ആ കാമക്കനി കൈ പിടിച്ചിരിക്കുന്നത് തട്ടി എറിഞ്ഞ് കളഞ്ഞ് ആ കൈ കഴുകിച്ച് ശുദ്ധമാക്കിച്ച് അവിടെ ആ മുക്തിദായകമായ തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകുന്ന ആ ഈശ്വരൻ്റെ കഴല് ഉണ്ട്. കഴലേകുക നീ. അവിടെയൊക്കെ ഈ പാദഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. ആ കനകക്കൊടിയെ നിന്റെ പാദങ്ങൾ എനിക്ക് തരണം, അല്ലേ? നിൻപദല്ലേ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. അപ്പോൾ അവിടെയൊക്കെ ആ രക്ഷാമാർഗം ഈശ്വരപാദങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരികയാണ്. ബീജസ്യ അന്തരിവങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുനഃ, അല്ലേ? മായാകൽപ്പിത ദേശകാലകലന വൈചിത്ര ചിത്രീകൃതം. ഇവിടെ പറയാണ് ബീജസ്യ അന്തഃ അങ്കുരം ഇവ. ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ബീജസ്യ അന്തഃ അങ്കുരം ഇവ. വിത്തിനുള്ളിലെ മുള എന്ന പോലെ. നമുക്കിത് അധികം പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ദർശനമാലയിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണിത്. അതൊന്ന് ഓർക്കുക, മനനം ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ആ വാക്ക് എഴുതി വെക്കുക. ബീജസ്യ അന്തഃ അങ്കുരം ഇവ. അതെഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതി വെച്ചതാണ്. ഒന്നുകൂടെ എഴുതിക്കോ, പഠിക്കട്ടെ. വിത്തിനുള്ളിൽ മുള എന്നതുപോലെ, വിത്തിനുള്ളിൽ മുള എന്നതുപോലെ. അവിടെ എന്നിട്ട് വിശദീകരണം ഒന്നും വേണ്ട, നിങ്ങൾ റെഫറൻസ് എഴുതി വെക്കുക. ഏതാണ്? ദർശനമാലയിലെ 1-ാം അധ്യായം അധ്യാരോപ ദർശനം എന്ന് അവിടെ കുറിച്ച് വയ്ക്കുക. ഇത് പഠിച്ചുകൊണ്ട് വരികയും വേണം, അടുത്ത ക്ലാസ്സിൽ ചോദിക്കുകയും ചെയ്യും. ദർശനമാലയിൽ 1-ാം അധ്യായം അധ്യാരോപ ദർശനം.
അതിനകത്ത് നോക്കൂ, പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമധവൈ സ്വതഃ ബീജാദങ്കുരവത് സ്വസ്യ ശക്തിരേവാസൃജത് സ്വയം. എത്രാമത്തെ പദ്യമാണത്? ദർശനമാല 1-ാം അധ്യായം. ഓക്കെ, അത് അവിടെ കുറിച്ച് വെക്കുക. പ്രാഗുത്പത്തേന്ന് തുടക്കം എഴുതി വെക്കുക. ബാക്കി നമുക്ക് പ്രാർത്ഥനാ മഞ്ജരി നോക്കി പൂർത്തിയാക്കാം. ഒന്ന് നോക്കിക്കേ. ചൊല്ലാൻ അറിയാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ, കാരണം സ്വാമിജിയൊക്കെ നമുക്കിത് ക്ലാസ് ഒക്കെ എടുത്തു തരികയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമധ വൈസ്വതഃ ബീജാദങ്കുരവത് സ്വസ്യ ശക്തിരേവാസൃജത് സ്വയം. നോക്കാം. ഇതം ഉത്പത്തേഹേ പ്രാക്. ഇതം നേരത്തെ നമ്മൾ പറഞ്ഞു, തത് എന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മവാച ശബ്ദവും ഇതം എന്ന ശബ്ദം കൊണ്ട് പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നതാണ് വേദാന്ത ശാസ്ത്രത്തിൽ. അപ്പോൾ ഇതം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം ഉത്പത്തേഹേ പ്രാക്. പ്രാക് കണ്ടോ? പ്രാക് നിർവികൽപ്പം പുനഃ. പ്രാക് അല്ലെ, മുൻപ്. ആ വാക്ക് തന്നെ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാക്, മുൻപ്. ഇതം ഈ പ്രപഞ്ചം ഉത്പത്തേഹേ പ്രാക്, ഉത്പത്തിക്ക് മുമ്പ്. നോക്കണം, 8-ാം നൂറ്റാണ്ടിൽ തന്ന ഒരു ഗുരു തന്ന കൃതിയും 19-ാം നൂറ്റാണ്ടിൽ തന്ന ഒരു മഹാഗുരു തന്ന കൃതിയും പഠിക്കുമ്പോൾ എവിടെയെങ്കിലും മാറ്റമുണ്ടോ? തത്വത്തിൽ എവിടെയെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്, ഈ ഉദാഹരണങ്ങളൊക്കെ. അപ്പൊ നോക്കൂ, ഇതം ഉത്പത്തേഹേ പ്രാക്, ഉത്പത്തിക്ക് മുമ്പ് സ്വസ്മിൻ വിലീനം ആസീത്. കണ്ടോ? പ്രാഗ് നിർവികൽപ്പം പുനഃ. നിർവികൽപ്പമായിരുന്നു എന്ന്. അത് വിശദീകരിക്കുക. ഇവിടെ ഗുരു പറഞ്ഞു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥമായി. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ 2-ാം ശ്ലോകത്തിന്റെ അർത്ഥമായി ഇതാ ഈ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നോക്കിയേ, ഗുരു 4 വലിയ സൂത്രവാക്യം പോലെ അത് തന്നു. നോക്കിക്കേ, ഇതം ഉത്പത്തേഹേ പ്രാക് സ്വസ്മിൻ വിലീനമാസീത്. തന്നിൽ തന്നെ, ഉത്പത്തിക്ക് മുമ്പ് തന്നിൽ തന്നെ ഈ വിശാലമായ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിനെ ഉള്ളടക്കി വെച്ചിരുന്നു, ചുരുക്കി വെച്ചിരുന്നു. വിലീനമാസീത്, ലയിപ്പിച്ചു വെച്ചിരുന്നു. പാലിൻ്റെ അകത്ത് നെയ്യിനെയൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെക്കണ പോലെ അത് കടഞ്ഞ് 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 മനന പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതുക്കെ തെളിഞ്ഞ് കട്ട പൊങ്ങി വരും നെയ്യ് അല്ലേ. അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ വിലീനമാക്കി ഒതുക്കി വെച്ചിരുന്നു. അഥ വൈ, അതിനുശേഷം സ്വതഃ സ്വയം ബീജാത് അങ്കുരൈവ. നോക്കൂ, ബീജാത് വിത്തിൽ നിന്ന്, അങ്കുരൈവ മുള പോലെ. കണ്ട? ബീജസ്യന്തരിവ അങ്കുരോ ജഗതിദം പ്രാഗ്നിർവികൽപ്പം പുനഃ. നോക്കൂ, ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ ആ 2-ാം ശ്ലോകത്തിന്റെ ആത്മാവായ ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. അവിടെയാണ് ഗുരു കുഞ്ഞു 4 വാക്കിലൂടെ, ഗുരു എപ്പോഴാണ് ഇത് കൊടുത്തതെന്നറിയോ? പ്രാതസഞ്ചാരത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ആ പുണ്യപാദങ്ങൾ ഇങ്ങനെ നടന്ന് ആ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ നടന്നു പോണ സമയത്ത് ആ ഉള്ളിൽ നിന്നും ഒഴിഞ്ഞ ആ അമൃതം പകർത്തിയെടുത്തു അല്ലേ, ധ്യാനന്ദ സ്വാമികൾ പകർത്തിയെടുത്തു. അപ്പോൾ അതൊക്കെ ആ സർവേശ്വരൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനുള്ള പുണ്യം നേടിയ ആ ഗുരു പരമ്പരയെ നമ്മൾ എപ്പോഴും വന്ദിച്ചുകൊണ്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ. ഗുരുവിനെയും ഗുരു പരമ്പരയെയും. കാരണം അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം എഴുതപ്പെട്ട് തന്നെ കിട്ടിയത്. ഭഗവാനിൽ നിന്ന് വന്നതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയത് തന്നെ ആ പരമ്പര ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതം ഉത്പത്തേഹേ പ്രാക് സ്വസ്മിൻ വിലീനമാസീത് അഥ വൈ അനന്തരം. വൈ എന്നൊക്കെ ഉള്ളത് പദപൂരണത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠുപ്പ് വൃത്തത്തിലാണല്ലോ. ആ വൃത്തത്തിന് ആ അക്ഷരങ്ങൾ ഒരുപോലെ വരാനും ഒക്കെയുള്ള കുറേ സങ്കേതങ്ങൾ വരുമ്പോഴാണ് ഈ ച ചേർക്കും വൈ ഒക്കെ ചേർക്കുന്നത്. അഥ വൈ സ്വതഃ സ്വയം ബീജാത്, അവിടെ പഞ്ചമി വിഭക്തിയാണ്. അതിൽ നിന്ന്, ഗൃഹാത് വീട്ടിൽ നിന്ന്, ബീജാത് വിത്തിൽ നിന്ന്, അങ്കുരൈവ മുള എന്നതുപോലെ, സ്വസ്യ ശക്തി ഏവ അസൃജത്, സ്വന്തം അല്ലെ ശക്തിയെ തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചത്. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചത് ശക്തിയാണ്. ആ ശക്തി നാമരൂപ സഹിതമായിട്ട് ഈ പ്രപഞ്ചത്തിൽ വന്നപ്പോൾ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഈ ശക്തി ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചേ, നമുക്കിപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ വാക്ശക്തി വരണം
കാണണമെങ്കിൽ കാഴ്ചശക്തി വരണം, കേൾക്കണമെങ്കിൽ ശ്രവണശക്തി വരണം, ചിന്തിക്കണമെങ്കിൽ മനനശക്തി വരണം. അല്ലേ? എനിക്ക് ചിന്താശക്തി പോലും ഇല്ല, എനിക്ക് ബുദ്ധിശക്തി ഇല്ല, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുമ്പോഴും അവിടെ ഇരുന്ന് ആ ശക്തി ജഡരാഗ്നിയായി ആ ശക്തി ജ്വലിക്കുന്നുണ്ട്. അപ്പോൾ ശക്തിയാണ് സൃഷ്ടിച്ചത്, ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഒരു കർഷകൻ എന്താന്ന് വെച്ചാൽ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ കർഷകൻ, ഞാൻ വിത്തൊക്കെ വിതച്ച് മുളച്ച് ഇത്രയും വലിയ ഫലങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ വിത്തിനകത്തിരിക്കുന്ന ജീവശക്തി ആ മണ്ണിനോട് ചേരുമ്പോൾ ആ മണ്ണ് ആ ജീവശക്തിയെ ഒന്ന് പ്രകടമാക്കുമ്പോൾ മാത്രമേ ആ വിത്തിൽ നിന്ന് മുള പൊങ്ങുള്ളൂ. ഒരു കർഷകൻ വിചാരിച്ചാൽ അത് മുളയ്ക്കില്ല. ജഗദീശ്വരന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ അത് മുളയ്ക്കുള്ളൂ. അല്ലേ? അതുപോലെ തന്നെ മഴ ഈ ഭൂമിയിലേക്ക് പെയ്യണമെങ്കിൽ കർഷകൻ വിചാരിച്ചാൽ നടക്കില്ല. പെയ്യണില്ലല്ലോ എന്ന് നോക്കാനേ പറ്റുള്ളൂ. എന്താ പറയാ, ആ പാരിന് അമൃതായിക്കൊണ്ട് ആ മഴ ഭൂമിയിലേക്ക് പതിച്ചാൽ മാത്രമേ ഇവിടെ സസ്യലതാദികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഗുരു പറഞ്ഞ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കൂന്നല്ല, ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന നീ തന്നെ, നീ ഒന്ന് തന്നെ, ആ ഏകനായ നീ മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച. എന്തുകൊണ്ടാ? നിന്റെ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇനിയെങ്കിലും ഒക്കെ നമ്മൾ അഹങ്കരിക്കില്ലേ, എൻ്റെ ശക്തി എൻ്റെ എന്നും പറഞ്ഞ്. അപ്പോൾ ഓർക്കുക, ഈശ്വര ശക്തിയെ ആണ് നമ്മളിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത്. ആ ഈശ്വര ശക്തിയിലാണ് വാഗ്വൈ ബ്രഹ്മ, അന്നം വൈ ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ. എന്തുകൊണ്ടാ? ഇത് എല്ലാം ഈശ്വരൻ തന്നെ ആയതുകൊണ്ടാണ്. വൈഖരിയായിട്ട് പുറത്തേക്ക് വരുന്ന വാക്ക് ആ ഈശ്വരന്റെ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പൊ ഈശ്വര ശക്തിയിൽ ജീവിക്കുന്ന നാം ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഈശ്വരനിൽ ഇരുന്നു കൊണ്ട് ഈശ്വരന്റെ ശക്തി ഉപയോഗിച്ച് തന്നെ പറയണതെന്ന് പലരും മറന്നു പോകുന്നു. അപ്പോൾ നോക്കണം, ഈ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? പ്രാഗുത്പത്തേരിതം സ്വസ്ന. അത് എഴുതി പഠിച്ചുകൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. കൃത്യമായും കാണാപ്പാഠം പഠിക്കണം. കാരണം ഈ ശ്ലോകം പഠിക്കുമ്പോൾ അതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ഗ്രന്ഥമാണ് ദർശനമാല. അപ്പോൾ ആ ശ്ലോകം പഠിക്കണം, അതിൻ്റെ ആശയം പഠിക്കണം. ഈ പ്രപഞ്ചം ഇങ്ങനെ പൊന്തി കാണുന്നതിന് മുമ്പ്, പ്രകടമാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ, ആ ശ്ലോകത്തിന്റെ ആശയമാണ് പ്രാഗുത്പത്തേർ ഇതം സ്വസ്മിൻ. എന്താ? ഈ പ്രപഞ്ചം ഇങ്ങനെ നാമരൂപാത്മകമായി പൊന്തി കാണുന്നതിന് മുൻപ് ബ്രഹ്മത്തിൽ വിലീനമായിരുന്നു, നിർവികൽപ്പമായിരുന്നു. നിർവികൽപ്പം എന്നാണ് ആചാര്യസ്വാമികൾ ഉപയോഗിച്ചത്. അതെന്താന്ന് നമുക്ക് വിശദീകരിച്ച് തരാം. നിർവികൽപ്പമായിരുന്നു, ബ്രഹ്മത്തിൽ വിലീനമായിരുന്നു, ഏകീകരിച്ച് വർത്തിച്ചിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കുറേ വാക്കുകൾ പഠിച്ചു വെക്കണം നമ്മൾ. നമുക്ക് പറയുമ്പോൾ ഒരു വാക്കല്ലാതെ അതിനപ്പുറം ഗുരു പല 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 പദങ്ങൾ കൊണ്ടാണ് ഓരോ ആശയത്തെ പറഞ്ഞിരിക്കുന്നത്. നിർവികൽപ്പമായിരുന്നു, ഏകീഭവിച്ചിരുന്നു. അനന്തരം സ്വാഭാവികമായി തന്നെ വിത്തിൽ നിന്ന് മുള എന്നതുപോലെ ബ്രഹ്മശക്തി തന്നെ തന്നെയാണ് പലതാക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് തന്നെയാണ് പലതായിരിക്കുന്നത്. ഒരു കുലാലൻ ഒരു മണ്ണ് കുഴച്ചൊരു കുടം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം ഒത്തിരി വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചു. എന്നിട്ട് ഈ ഉണ്ടാക്കിയ കുടവും ഈ കുലാലനും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം വേറെ, ആ കുടം വേറെ. അങ്ങനെ നമ്മൾ ബാഹ്യമായി പറയുമ്പോൾ, ആന്തരികാർത്ഥമല്ല, ബാഹ്യമായി പറയുമ്പോൾ കുലാലനും ആ കുടവും വേറെ വേറെയാണ്. പക്ഷേ ദാർശനികമായി ആന്തരികമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു പ്രപഞ്ച സൃഷ്ടി പറയുമ്പോൾ ആ സ്രഷ്ടാവ് തന്നെയാണ് സൃഷ്ടിജാലമായിരിക്കുന്നത്. സൃഷ്ടിജാലം തന്നെയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായിരിക്കുന്നത്. ആ സ്രഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായിരിക്കുന്നത്. ഒന്ന് തന്നെയാണ് പലതായിരിക്കുന്നത്. ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ, ഇത് ബേസ് മനസ്സിലാക്കിയാൽ പിന്നെ എനിക്കിത് വിശദീകരിക്കേണ്ടേ ആവശ്യമില്ല ശ്ലോകം. അതുകൊണ്ടാണ് ഒരു പ്രപഞ്ച സൃഷ്ടിയാണല്ലോ പറയണത്. ഗുരുവിന്റെ നീയല്ലോ ആ ദൈവദശകത്തിലെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതെന്ന് പഠിക്കുമ്പോൾ ഈ നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതേയില്ല, ഒന്നേയുള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഉറപ്പിച്ചു പറയണം. ഒന്നേയുള്ളൂ, പലതില്ല. ഒരു വിത്ത് വെറുതെ ഒരു ബീജം കൊണ്ടേ വിത്ത് കുഴിച്ചിട്ടാൽ ആ ശക്തി,
ആ ശക്തി അങ്ങോട്ട് വന്ന് പൊന്തിയാൽ എന്ത് പറ്റും? ആ വിത്ത് തന്നെ മുളയാവും, ആ മുള തന്നെ ഇലയാവും, ആ മുള തന്നെ കായാവും, പൂവാവും, തണ്ടാവും, ശാഖോപശാഖകളായി മാറും. അത് പഠിച്ചാൽ പോരെ? ഇത്രയും വലിയ ഉദാഹരണം പ്രപഞ്ച സൃഷ്ടിക്ക് വേറെ എന്തു പറയാനാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വിത്ത് നമ്മൾ ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടാൽ ആ വിത്ത് തന്നെ ആ പുറന്തോടിൽ നിന്ന്, അതിൻ്റെ ആ കവചത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങ് എക്സ്പ്രസ്ഡ് ആകുകയാണ്. എന്നിട്ട് അത് തന്നെയാണ് തണ്ടാക്കി, അത് തന്നെ ഇലയാക്കി, അത് തന്നെ പൂവാക്കി, അത് തന്നെ കായാക്കി. ഓ, വിടർത്തി 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 അതിനെ സൃഷ്ടി ചെയ്തു ഈശ്വരൻ. ഒന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ? അപ്പോൾ അത് ഏറ്റവും വലിയ തത്വമാണ്. ഗുരു നമുക്ക് ഈ ബീജസ്യന്തരിവ അങ്കുരോ ജഗതി ഇതൊന്ന് പറയുന്നുണ്ടല്ലോ. വലിയ എങ്ങനെ ഋഷീശ്വരന്മാർ ഈ ഉദാഹരണം കണ്ടുപിടിച്ചു നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മളോട് പറഞ്ഞു തരാൻ ഈ ഭൗതികത്തിലെ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ എടുത്ത് അവർ വെച്ചത് എന്തിനാ? നമ്മൾ അത് കണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിക്കണം, ആ ശ്ലോകം നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ആശയവും അന്യവും പഠിക്കണം. ഇന്ന് പഠിക്കാനുള്ളതാണത്. ഇതിൻ്റെ ഇന്നത്തെ ഭാഗത്തിൻ്റെ റെഫറൻസ് ആണ് പറയണത്. അടുത്തത് നോക്കൂ, പ്രാങ് നിർവികൽപ്പം പുനഃ എന്ന് പറഞ്ഞു. അത് അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ ബീജസ്യ അന്തഃ അങ്കുരമിവ ഇതം ജഗത് എന്നുള്ളത്രം വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഒരു വൃക്ഷം ഉള്ളടങ്ങിയിരുന്നത്, വിലീനമായിരുന്നത്, ലയിച്ചിരുന്നത്, അതാണ് ഈ പറഞ്ഞ പ്രാങ് നിർവികൽപ്പം. പ്രാങ് നിർവികൽപ്പം, നാമരൂപരഹിതമായിരിക്കുക എന്നുള്ളതിനെയാണ് നിർവികൽപ്പം എന്ന് പറയുക. അതായത് വിവിധം കൽപ്പയതി ഇതി വികൽപ്പ. വെറുതെ എഴുതി വെച്ചോ. വികൽപ്പം എന്ന് പറഞ്ഞാൽ വിവിധം കൽപ്പയതി ഇതി വികൽപ്പം, വിവിധമായിട്ട് മാറുക, അതിനെയാണ് വികല്പം എന്ന് പറയുക. അപ്പൊ നിർവികൽപ്പം എന്ന് പറഞ്ഞാലോ വിവിധമായി കൽപ്പിക്കാതെ ഒന്നായിരിക്കുക, വിത്തായിരിക്കുക. ഇല, പൂവ്, കായ, തണ്ട് ഒക്കെയുള്ള മരമാകാതെ, ശാഖോപശാഖകളായി വളരുന്ന ആ മരമാകാതെ അത് സുപ്താവസ്ഥയിൽ, ബീജാവസ്ഥയിൽ ഇരിക്കുക. അതിനാണ് നിർവികൽപ്പം എന്ന് പറയുക. വിവിധമാകാതെ ഏകമായിരിക്കുക, നിർവികൽപ്പം. നിർവികൽപ്പ സമാധി, നമ്മൾ സമാധി പറയുമ്പോൾ സവികൽപ്പ സമാധിയും പറയും, നിർവികൽപ്പ സമാധിയും പറയും, അല്ലേ? സവികൽപ്പ സമാധി എന്ന് പറയുമ്പോൾ ഒരു ഉപാധിയെ വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് മോക്ഷത്തിലേക്കുള്ള സഞ്ചാരം. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാലോ വിവിധ കൽപ്പനകളേ ഇല്ല, ആ ഏകതയിലേക്ക്, യാതൊരു ഉപാധിയുമില്ലാതെ ആ ഏകതയിലേക്കുള്ള അലയം, അതിനെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയാം. അപ്പൊ നിർവികൽപ്പം കിട്ടിയെന്ന് തോന്നണോ? വിവിധം കൽപ്പയതി ഇതി വികൽപ്പ, വിവിധമായിട്ട് മാറുക, നാനാവിധമായിട്ട് മാറുക. നിർ എന്നുള്ള നിര് എന്നുള്ള ഉപസർഗം അതിൻ്റെ നേരെ ചേർത്തപ്പോൾ അതിന് നേരെ വിപരീതാർത്ഥമായി, വിവിധമല്ലാത്ത ഏകമായി ലയിച്ചിരുന്നു എന്നുള്ള അർത്ഥം കിട്ടി. നമ്മൾ പറയാറില്ലേ അക്ഷരം എന്നുള്ള വാക്ക്, ക്ഷരം എന്ന് പറഞ്ഞ വാക്കിന് നാശം എന്നർത്ഥം, നാശം. അതിൻ്റെ കൂടെ എന്നുള്ള ഉപസർഗം ചേർത്തപ്പോൾ അക്ഷരം എന്നായി, നാശമില്ലാത്ത സത്യമായി. ഗതി എന്ന് പറഞ്ഞ മോക്ഷം, അതിൻ്റെ കൂടെ ചേർത്തപ്പോൾ അഗതി, ദൈവമേ ഒരു ഗതിയില്ലാത്തവനായി മാറി. ഈ അഗതിക്ക് സദ്ഗതി വരുത്തുവാൻ, അല്ലെ? നിൻപദത്തോട് ലയിപ്പതിന്നു വരന്തരിക മംഗളേ, അല്ലേ? അപ്പൊ ഗതിയോടുകൂടി ചേർത്തപ്പോൾ അഗതിയായി. അതുപോലെ വികല്പത്തിന്റെ കൂടെ നിര് എന്ന ഉപസർഗം ചേർത്തപ്പോൾ നിർവികൽപ്പമായി. മനസ്സിലായി തോന്നുന്നു. അപ്പോൾ പ്രാക്ക് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ക്രിയേഷൻ, സൃഷ്ടിക്ക് മുൻപ്, ഉത്പത്തിക്ക് മുൻപ്. ഇനി ആ വാക്ക് ഒരിക്കലും മറക്കരുത് കേട്ടോ. പ്രാക്ക് എന്നുള്ള വാക്ക്, നിർവികൽപ്പം എന്നുള്ള വാക്ക്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നിർവികൽപ്പം കേട്ടാൽ അപ്പം മനസ്സിലാക്കണം ഏകമാണ്, അധികം വികല്പന ഇല്ല. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് ഇത് വികല്പരഹിതമായിരുന്നു, നിർവികൽപ്പമായിരുന്നു. അത് ഗുരു എവിടെ പറഞ്ഞിരിക്കുന്നത്? ആ നിർവികൽപ്പത്തിന് ഉള്ള റെഫറൻസ് ആണ് ദർശനമലയിൽ 1-ാമത്തെ ശ്ലോകം എന്ന് വെറുതെ എഴുതി വെച്ചോ, നിങ്ങൾ തന്നെ പഠിച്ചോ. നിർവികൽപ്പം എന്നുള്ള വാക്ക് ഗുരു നമുക്ക് എങ്ങനെയാ തന്നേക്കണേ? സങ്കല്പമാത്രേണ പരമേശ്വര സസർജ സർവം. നോക്കൂ, ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. അവിടെ
അസത്ത് എന്ന വാക്കുകൊണ്ട് അത് വെച്ച കേട്ടോ. അസത്ത്, അസത്ത്. ഈ നിർവികൽപ്പം എന്ന് ഇവിടെ ശങ്കരഗുരു പറഞ്ഞ ആ വാക്ക് ഗുരു ദർശനമാലയിലെ പ്രപഞ്ച സൃഷ്ടി പറഞ്ഞപ്പോൾ അസത്ത് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? തീരെ ഇല്ലാത്തതിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഇല്ലാത്തതിൽ നിന്നൊന്നും സൃഷ്ടിക്കാൻ, ശൂന്യതയിൽ നിന്നൊന്നും സൃഷ്ടിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അസത്ത് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാമരൂപരഹിതമായ ഉണ്മ. കണ്ടോ? നിർവികൽപ്പം. അത് തന്നെ. അസീത്, അഗ്രേ. അഗ്രേ കണ്ട, പ്രാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അഗ്രേ. ആ വാക്ക് എടുത്ത് പഠിച്ചോണം. പ്രാക്ക് എന്നുള്ള പദത്തിന് സമയിട്ട് വെച്ചിട്ട് ഒരു ഈക്വൽ ഇട്ട് വെച്ചിട്ട് അവിടെ അർത്ഥം എഴുതണം. അഗ്രേ, സെയിം മീനിങ്, ബിഫോർ ദ ക്രിയേഷൻ, സൃഷ്ടിക്ക് മുമ്പ്. കണ്ടോ? നിർവികൽപ്പത്തിന് ഗുരു തന്നേക്കുന്ന വാക്കാണ് അസത്ത്. അസത്ത്, അസത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായ ഉണ്മ. നാമരൂപരഹിതമായ ഉണ്മയ്ക്കാണ് അസത്ത് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇല്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. ഗുരു ഒരിക്കലും ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് പല ഉപനിഷത്തുക്കളും ഒക്കെ ഈ അസത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഉപനിഷത്ത് ഋഷി ആയതുകൊണ്ടാണ് ഗുരു ആ പ്രയോഗം തന്നെ ആ ഉപനിഷത്ത് ഋഷിമാരുടെ ഭാഷയിൽ തന്നെയാണ് മഹാഗുരുവും കൃതികൾ രചിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല ഗുരുവിൻ്റെ കൃതി. ഭിന്നമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഗുരു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗുരു പറഞ്ഞത് വേറെയാന്ന്. ഗുരു പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഒരു ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം എന്ന് പറഞ്ഞ മഹാഗുരു പറഞ്ഞു തന്നത് മുഴുവനും വേദവാണികളും അമൃതവാണികളുമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ രാമായണം ക്ലാസ് കേൾക്കാനായിട്ട് പോയി ഇരുന്ന് കേൾക്കുന്നതും, ഭഗവത്ഗീത കേൾക്കാനായിട്ട് പോയി അത് ചൊല്ലുന്നതും, ഭാഗവതം കേൾക്കുന്നതും, നാരായണീയം കേൾക്കുന്നതും അല്ലേ? അതൊക്കെ എല്ലാതും ഒരേ ഒരു സത്യത്തിൻ്റെ തന്നെ ഭക്തിഭാവവും അതും ഇതുമൊക്കെ മാറ്റി മാറ്റി കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുമ്പോഴും ഇതെല്ലാം കൂടി ഒരിടത്തുനിന്ന് കിട്ടുമ്പോൾ ഓടണോ? എല്ലാതും കൂടി ഒരിടത്തേക്ക് അടുക്കി വെച്ചിരിക്കുന്നു ഭഗവാൻ. എന്തായാലും നമുക്ക് നമ്മുടെ 6 മണി നമ്മുടെ കുഞ്ഞുമക്കൾ ക്ലാസ്സിലേക്ക് കയറാൻ വന്നിരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്കിത് കംപ്ലീറ്റ് ആകാം. പ്രപഞ്ചതത്വമാണ്, അത് ഓടിച്ച് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കൃതിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. കണ്ണടച്ചോളൂ.